നമ്മുടെ നാവികസേനയുടെ അഭ്യാസങ്ങളും പരിശീലനങ്ങളും ഒക്കെ നടക്കുകയാണ്. ഏത് സാഹചര്യത്തെയും നേരിടാൻ നമ്മുടെ ഇന്ത്യൻ നാവികസേന റെഡിയായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത വി ജി കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നമ്മുടെ മൂന്ന് സേനയും തയ്യാറാണ് ഏത് അത്യാഹിതത്തെയും നേരിടാൻ. മാത്രവുമല്ല, നമ്മുടെ സേന തയ്യാറായി കഴിഞ്ഞെന്ന് മനസ്സിലായപ്പോഴാണ് പാകിസ്ഥാൻ പരിഭ്രാന്തരായി കഴിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു. പറയും. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായും എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ സംയുക്ത സേന തയ്യാറായി കഴിഞ്ഞു. ഒരു തിരിച്ചടി നൽകുമെന്നുള്ളത് ഉറപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ സ്വാതന്ത്ര്യം സേനാ മേധാവികൾക്ക് പ്രധാനമന്ത്രി നൽകുകയും ചെയ്തു. ഈ വിവരം പുറത്തു വന്നതോടുകൂടി എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ വലിയ പരിഭ്രാന്തിയിൽ തന്നെയാണ് പാകിസ്ഥാൻ. അവർ പിന്നീട് കൂടുതൽ അമേരിക്കയോടക്കം സഹായമൊക്കെ ചോദിച്ച് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസമാണ് ഈ നാവികസേനാ മേധാവി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ മേഖലയിൽ അവരുടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ തന്നെ തുടരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളൊപ്പം തന്നെ ഇതിനോടകം നാവികസേന സജ്ജീകരിച്ചിരിക്കുന്ന അവരുടെ തയ്യാറെടുപ്പുകൾ, എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയുമായും സംസാരിച്ചിട്ടുണ്ട്. ആ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം തന്നെയാണ് നാവികസേന മേധാവി പ്രധാനമന്ത്രിയുമായി അറിയിച്ചത്. ഇതിനൊപ്പം തന്നെ മറ്റ് കരസേനയും വ്യോമസേനയും ഒക്കെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഈ സ്ഥിതിഗതികളെല്ലാം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പ്രത്യേക യോഗം വളരെ കൃത്യമായി തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം അതിർത്തിയിലടക്കം പാക് പ്രകോപനം തുടരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ സ്ഥിതിഗതികളും കേന്ദ്രം വളരെ കൃത്യമായി തന്നെ പരിശോധിച്ചു വരികയാണ്. ഉറപ്പായും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും, സേനാ നീക്കം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മറുവശത്ത് കൂടുതൽ പ്രതിരോധത്തിൽ പാകിസ്ഥാനെ ആക്കുക തന്നെയാണ് രാജ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കടക്കം പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ രാജ്യം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ തപാൽ പാഴ്സൽ സർവീസുകൾ പൂർണ്ണമായും നിർത്തലാക്കുകയും ഒപ്പം തന്നെ ഈ തുറമുഖ തീരത്ത് ഇന്ത്യൻ തുറമുഖ മേഖലയിൽ പാക് പതാക വെച്ചുകൊണ്ടുള്ള കപ്പലുകൾക്കൊന്നും പ്രവേശിക്കരുതെന്നൊരു വിലക്ക് കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പാകിസ്ഥാനുമായുള്ള നേരിട്ടോ അല്ലാതെയോ ഉള്ള കയറ്റിറക്കുമതികൾ ഇങ്ങനെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഈ തുടർ നടപടികൾ ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഒരു കടുത്ത പ്രഹരം ഈ ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാനെതിരെ ചുമത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെയും പ്രധാനമന്ത്രി അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എസ് കെ. ഓക്കെ, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.